അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഫിഖിലെ 5ാം ക്ലാസ്സിൻ്റെ ഫിഖിലെ 3ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, അൽ മിയാഉ. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്താ? വെള്ളത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനുള്ളത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണല്ലോ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. ശുദ്ധിയാക്കാൻ വെള്ളം വേണം. നമ്മൾ എന്താണ്, ഇത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ്. അപ്പം നമുക്ക് എന്താക്കണം, ശുദ്ധിയാക്കണമെങ്കിൽ വെള്ളം വളരെയധികം അത്യാവശ്യമാണ്. വെള്ളം എത്ര വിധമാണുള്ളത്? വെള്ളം 3 വിധമാണുള്ളത്: തഹൂർ, ത്വാഹിർ, നജസ്. ഇനി തഹൂർ എന്ന് വെച്ചാൽ എന്താണ്? തഹൂർ എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. തഹൂറായ വെള്ളത്തിന് ഉദാഹരണമാണ് എന്തൊക്കെ? കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം, അതേപോലെ പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം. ഇതൊക്കെ എന്താണ്? തഹൂറായ വെള്ളത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തേതാണ് ത്വാഹിറായ വെള്ളം. ത്വാഹിറായ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ആ വെള്ളം എന്താണ്? സ്വയം ശുദ്ധി ഉണ്ടാവും, എന്നാൽ എന്തില്ല, മറ്റൊരു വെള്ളത്തിനെ ശുദ്ധിയാക്കാനൊന്നും അതിന് കഴിയില്ല. അതിന് ഉദാഹരണമാണ് എന്തൊക്കെ? കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ വെള്ളം മുതലായവയ്ക്ക്. കഞ്ഞിവെള്ളം വളരെ ശുദ്ധിയുള്ളതാണ്, നമുക്കത് കുടിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യൂല, ഒന്നും എടുക്കാൻ പറ്റും. മൂന്നാമത്തത് നജസ്. നജസ് എന്ന് വെച്ചാൽ എന്താ? സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളമാണ് എന്ന് പറയുന്നത് നജസായ വെള്ളം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മൂത്രം. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് എന്തു പറയുന്നു? മുസ്തഅമൽ എന്നും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജിസ് എന്നും പറയുന്നു. ഫർളിന് നമ്മൾ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച ഫർള്, ഇപ്പം നമ്മൾ ഉളുവെടുക്കാൻ എടുത്ത വെള്ളം, ആ കുറഞ്ഞ വെള്ളത്തിന് നമ്മൾ എന്ത് പറയുന്നു? മുസ്തഅമൽ എന്ന് പറയുന്നു. എന്നാൽ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് നമ്മൾ എന്ത് പറയുന്നു? മുത്തനജിസായ വെള്ളം എന്നും പറയുന്നു. അവ രണ്ടും ഒരുമിച്ചു കൂടി 2 കുല്ലത്തിലായാൽ പകർച്ച ഇല്ലെങ്കിൽ തഹൂറാണ്. അങ്ങനെയുള്ള 2 വെള്ളവും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അതെന്ത്? ഒരുമിച്ച് കൂടി 2 കുല്ലത്തായാൽ 2 കുല്ലത്താണെങ്കിൽ പകർച്ച ഇല്ലെങ്കിൽ എന്താണത്? തഹൂറായ വെള്ളമാണ്. അടുത്തത് 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസാകും. 2 കുല്ലത്ത് ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുത്തനജിസാകുകയുള്ളൂ.